7 ഇൻറ്റു എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 49 സമം റൂട്ട് ഓഫ് 81 ആയാൽ എക്സിൻ്റെ വില കാണുക. 7 ഇൻറ്റു എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ രണ്ടിനും ബാധകമാണ്. അപ്പോൾ നമുക്ക് 7 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ 49 സമം 81ൻ്റെ റൂട്ട് 9. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 49 സമം 9. 49 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എക്സ് സ്ക്വയർ സമം 9. എക്സ് സ്ക്വയർ സമം 9 ആണെങ്കിൽ എക്സ് കാണാൻ 9ൻ്റെ റൂട്ട് കാണുക. ഉത്തരം 3. രണ്ട് വ്യക്തികൾ ഒരു പോയിന്റിൽ നിന്ന് വിപരീത ദിശകളിലേക്ക് യഥാക്രമം മണിക്കൂറിൽ 65 കിലോമീറ്റർ 55 കിലോമീറ്റർ വേഗതകളിൽ സഞ്ചരിക്കുന്നു. 3 മണിക്കൂറിന് ശേഷം ഇവർ തമ്മിലുള്ള അകലം എത്ര? ഏകദേശ ചിത്രമാണിത്. രണ്ടുപേരും പുറപ്പെടുന്നത് ഒയിൽ നിന്നാണ്. ഒരാൾ എയിലേക്ക് സഞ്ചരിക്കുന്നു, ഒരാൾ ബിയിലേക്ക് സഞ്ചരിക്കുന്നു. രണ്ടുപേരും എടുക്കുന്ന സമയം 3 മണിക്കൂറാണ്. വേഗത വ്യത്യാസമുണ്ട്. ഒരാളുടെ വേഗത 65 കിലോമീറ്റർ പ്രതി മണിക്കൂർ, അടുത്ത ആളുടെ വേഗത 55 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്ക് ദൂരം സമം സമയം ഇൻറ്റു വേഗത എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. നമുക്ക് കാണേണ്ടത് 3 മണിക്കൂറിന് ശേഷം ഇവർ തമ്മിലുള്ള അകലം, അതായത് എ ബി എന്ന ദൂരം കാണണം. എ ബി കാണാൻ എ ഒയും ഒ ബിയും കൂട്ടിയാൽ മതി. എ ബി സമം എ ഒ പ്ലസ് ഒ ബി. ഈ എ ഒ പറയുന്ന ദൂരം സമയം ഇൻറ്റു വേഗത കുടിച്ചാൽ മതി. ഇപ്പോൾ 3 ഇൻറ്റു 65 പ്ലസ് അതുപോലെ ഒ ബി എന്നുള്ള ദൂരവും സമയം ഇൻറ്റു വേഗത 3 ഇൻറ്റു 55. ഈ രണ്ട് പദങ്ങളും നമുക്ക് 3 പൊതുഘടകം എടുക്കാം. ബ്രാക്കറ്റിനകത്ത് 65 പ്ലസ് 55, 3 ഇൻറ്റു 65 55 കൂട്ടിയ 120. ഉത്തരം ഗുണിക്കുമ്പോൾ 360 കിലോമീറ്റർ. റൂട്ട് ഓഫ് 10,800 സമം സി റൂട്ട് 3 ആയാൽ സിയുടെ വില എന്ത്? സിയും റൂട്ട് 3ഉം ഗുണിച്ച റൂട്ട് ഓഫ് 10,800 കിട്ടുമെങ്കിൽ സി കാണാൻ റൂട്ട് ഓഫ് 10,800നെ റൂട്ട് 3 കൊണ്ട് ഹരിച്ചാൽ മതി. സി സമം റൂട്ട് ഓഫ് 10,800 ബൈ റൂട്ട് 3. അംശവും ഛേദവും റൂട്ട് ചിഹ്നത്തിനകത്തായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊരു റൂട്ട് ചിഹ്നം ഇട്ടിട്ട് അതിൻ്റെ അകത്ത് 10,800 ബൈ 3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 10,800നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം 1 18 6 3 18 36 2 0 3600ൻ്റെ റൂട്ട് 3600 റൂട്ട് 60ആണ്. 36ൻ്റെ റൂട്ട് 6ഉം എത്ര പൂജ്യങ്ങളുണ്ടോ അതിൻ്റെ പകുതി 0. ഉത്തരം 60. വൃത്തസ്തംഭത്തിൻ്റെ ഒരറ്റത്ത് അർദ്ധഗോളം ഘടിപ്പിച്ച ആകൃതിയിലുള്ള ഒരു ജലസംഭരണിയുടെ ആകെ ഉയരം 2.5 മീറ്റർ, പാദത്തിൻ്റെ ആരം 1.5 മീറ്റർ. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? നമ്മൾ ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. ഇതാണ് സിലിണ്ടർ. ഇതിൻ്റെ ഒരറ്റത്ത് അർദ്ധഗോളം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആകെ ഉയരം 2.5 മീറ്റർ. ഇത് ആകെ ഉയരം അടയാളപ്പെടുത്തിയിട്ടുണ്ട് 2.5 മീറ്റർ. പാദത്തിൻ്റെ ആരം 1.5 മീറ്റർ. പാദത്തിൻ്റെ ആരം പറഞ്ഞാൽ ഈ അർദ്ധഗോളത്തിൻ്റെ ആരം 1.5 മീറ്റർ. നമുക്ക് ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വ്യാപ്തമാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും വ്യാപ്തം കണ്ട് കൂട്ടണം. ഇതിൻ്റെയൊക്കെ സിലിണ്ടറിൻ്റെ വ്യാപ്തവും, വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ വ്യാപ്തവും അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തവും കൂടി കൂട്ടണം. സിലിണ്ടറിൻ്റെ വ്യാപ്തം സൂത്രവാക്യം πr² പ്ലസ് അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം 2/3 πr³. നമുക്ക് ഇതിന്ന് രണ്ടിന്നും πr² കോമൺ ഫാക്ടർ എടുക്കാം, പൊതുഘടകം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് ഇവിടെ അവശേഷിക്കുന്നത് h പ്ലസ് ഇവിടെ 2/3 r എന്ന് വരും. ഇനി നമുക്ക് വില കൊടുക്കുക. പൈയുടെ വില 3.14 ഇൻറ്റു ആരം 1.5 ആണ്. അപ്പോൾ 1.5 സ്ക്വയർ r². ബ്രാക്കറ്റിൽ എച്ച്, അതായത് സിലിണ്ടറിൻ്റെ ഉയരം. ആകെ ഉയരം 2.5 മീറ്റർ. ഇതിൻ്റെ ഉയരം, അതായത് ആരം 1.5 മീറ്റർ. അപ്പോൾ ബാക്കി സിലിണ്ടറിനെ പറഞ്ഞാൽ 2 1.5 കുറച്ച് അവിടെ 1 വരും. അതാണ് എച്ചിന് വരെ 1 ഇട്ടു പ്ലസ് 2/3 ഇൻറ്റു ആരം 1.5. 3.14 ഇൻറ്റു 1.5 സ്ക്വയർ 15 ഇൻറ്റു 15 225. 2 സ്ഥാനം നീക്കുമ്പോൾ 2.25. ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 ഇൻറ്റു ഈ 3ഉം 1.5ഉം ഹരിക്കുമ്പോൾ 0.5 എന്ന് വരും. അപ്പോൾ 3.14 ഇൻറ്റു 2.25 ഇൻറ്റു 2 ഇൻറ്റു 0.5, അതായത് 2 ഇൻറ്റു അര 1. ആ 1ഉം 1ഉം കൂട്ടിയ 2. 3.14 ഇൻറ്റു 225 ഇൻറ്റു 2 450. അതിൽ 2 സ്ഥാനം നീക്കുമ്പോൾ 4.50. ഇനി നമുക്ക് 314നെ 45 കൊണ്ട് ഗുണിക്കാം. ഈ 0ത്തിന് വരിയില്ലല്ലോ. അപ്പോൾ 314 45 ഗുണിക്കുമ്പോൾ നമുക്ക് 14,130 എന്ന് കിട്ടും. 14,130. ഇവിടെ 2 സ്ഥാനവും ഇവിടെ 1 സ്ഥാനവും 2 1 3 സ്ഥാനം നീക്കി 14.130 മീറ്റർ ക്യൂബ് കിട്ടി. മീറ്റർ ക്യൂബിനെ ലിറ്ററാക്കാൻ 1000 കൊണ്ട് ഗുണിക്കുക. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ 3 സ്ഥാനം പോയിട്ട് ഉത്തരം 14,130 ലിറ്റർ. 57,727നോട് ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടുമ്പോഴാണ് 9ൻ്റെ ഗുണിതം ലഭിക്കുക? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ഒരു സംഖ്യ 9ൻ്റെ ഗുണിതമാകണമെങ്കിൽ അതിലെ അക്കങ്ങളുടെ തുക 9ൻ്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ 57,727 അക്കങ്ങൾ കൂട്ടുക. 5ഉം 7ഉം 12, 7ഉം 19, 2ഉം 21, 7ഉം 28 എന്ന് കിട്ടി. ഈ 28നോട് കൂടി ഈ രണ്ടക്ക സംഖ്യകളുടെ ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ നമ്മൾക്ക് കൂട്ടി നോക്കുക. 28ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 39, 9ൻ്റെ ഗുണിതമല്ല. 28ൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ 41, അതും 9ൻ്റെ ഗുണിതമല്ല. 28ൻ്റെ കൂടെ 17 കൂട്ടുമ്പോൾ 45, അത് 9ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഉത്തരം 17. ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ച ശേഷം കിട്ടുന്ന ഉത്തരത്തെ ആ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 512/27 കിട്ടും. ഭിന്നസംഖ്യ ഏത്? ഭിന്നസംഖ്യ നമുക്ക് x/y എന്നെടുക്കുക. ഇനി ഒരു ഭിന്നസംഖ്യയെ അതേ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? x/y ഇൻറ്റു x/y കേട്ടോ. അതേ ഭിന്നസംഖ്യയോട് ഗുണിച്ച ശേഷം കിട്ടുന്ന ഉത്തരത്തെ, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെ ആ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഹരിക്കണം. അപ്പൊ ഹരിക്കണം എന്നിട്ട് ഇതിന്റെ വിക്രമം എഴുതുക, അതായത് റെസിപ്രോക്കൽ എഴുതുക, അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. അപ്പൊ ഹരിക്കണം y/x സമം ഇങ്ങനെ ചെയ്താൽ എത്ര കിട്ടും? ഉത്തരം എത്ര കിട്ടും? 512/27. അപ്പൊ x/y ഇൻറ്റു x/y ഹരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം ചെയ്തിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ ഇടുക, ഇതിന്റെ വിക്രമം എഴുതുക, അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക. x/y സമം എത്രയാണ്? 512/27. x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു വൈ ഇൻറ്റു വൈ, അതായത് x/y ഹോൾ ക്യൂബ് ആണത്. സമം എത്രയാണ്? 512/27. x/y ഹോൾ ക്യൂബ് ആണെങ്കിൽ ഇതിന്ന് x/y എങ്ങനെ കാണുക? ഇതിന്റെ ക്യൂബ് റൂട്ട് കാണുക. ക്യൂബ് റൂട്ട് ഓഫ് 512/27. 512ന്റെ ക്യൂബ് റൂട്ട് 8/27 ക്യൂബ് റൂട്ട് 3. ഉത്തരം x/y, അതായത് ഭിന്നസംഖ്യ എത്രയാണ്? 8/3. സ്ക്വയർ റൂട്ട് ഓഫ് 62.5 ഇൻറ്റു 12.1 ഹോൾ ഡിവൈഡഡ് ബൈ 0.0036. ഇത് ആദ്യം നമ്മൾ ദശാംശം ഒഴിവാക്കണം. ദശാംശം ഒഴിവാക്കുന്ന ദശാംശം വലത്തോട്ട് നീക്കി കളയും. അപ്പൊ ഇതിലെ അംശത്തിലാകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? ഇവിടെ ദശാംശം കേട്ട് 1, ഇവിടെ ദശാംശം കേട്ട് ഒരു സ്ഥാനം, ആകെ 1, 2 സ്ഥാനത്ത് അംശത്തിൽ. ഛേദത്തിലോ ദശാംശം കേട്ട് 1, 2, 3, 4. അപ്പൊ അംശത്തിലാകെ 2 ദശാംശ സ്ഥാനമുണ്ട്, ഛേദത്തിലാകെ 4 ദശാംശ സ്ഥാനമുണ്ട്. എവിടെ കൂടുതൽ നോക്കുക? കൂടുതൽ ഛേദത്തിലാണ്. അപ്പൊ ഛേദത്തെ ഈ 4 സ്ഥാനം വലത്തോട്ട് നീക്കി കളയുക, 4 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി കളയുക. അപ്പൊ ഈ ദശാംശം 4 സ്ഥാനത്ത് പോകുമ്പോൾ ഈ പൂജ്യങ്ങൾക്ക് വരികയാണ് 36 എന്നാവും. ഛേദം എന്താണ്? 36. നമ്മൾ എന്താ ചെയ്ത്? ഛേദത്തിൽ 4 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കി. ഛേദത്തിൽ 4 ദശാംശ സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ അംശത്തിലും 4 സ്ഥാനം നീക്കണം. അതിനാകെ ഇവിടെ 1ഉം 2 സ്ഥാനം നീക്കാനുള്ളൂ. അപ്പൊ നമുക്ക് അതൊക്കെ നീക്കിക്കളയുക. ഇത് നീക്കിക്കളഞ്ഞാൽ എന്താവും? 62.5 625 ആവും. ഇൻറ്റു അതുപോലെ 121. 2 നീക്കി. ഇനി 2 നീക്കാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? 2 ബാക്കി. ഇപ്പൊ 2 പൂജ്യമുള്ള സംഖ്യ, അതായത് ഇൻറ്റു 100 എന്ന് കൂടിയിട്ട് ഇതൊന്നിച്ച് റൂട്ട് ചിഹ്നത്തിനകത്ത് ഇടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഓരോന്നിന്റെ റൂട്ട് കണ്ടാൽ മതി. 25ന്റെ റൂട്ട് 625ന്റെ റൂട്ട് 25 ഇൻറ്റു 125ന്റെ റൂട്ട് 11 ഇൻറ്റു 100 റൂട്ട് 10 ഡിവൈഡ് ബൈ 36 റൂട്ട് 6. നമുക്ക് ഇവിടെ 2 കൊണ്ട് പിടിച്ചെടുക്കാം. 2 10 6. ഈ ഗുണിക്കുക 25 ഇൻറ്റു 11 ഗുണിച്ചാൽ 275 എന്ന് വരും. അതിനെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ 5 25 ശിഷ്ടം 2, 7 32 37 ശിഷ്ടം 3, 2 10 3 13 1375 അല്ലേ? എത്രയാണ്? 1375 ഡിവൈഡഡ് ബൈ 3. ഇനി ഹരിക്കുക. 13 4 3 12 ശിഷ്ടം 1 17 3 15 ശിഷ്ടം 2 25 8 3 24 ശിഷ്ടം 1 വരേണ്ടത് അംശമായിട്ട് എഴുതുക. ഛേദം 3. ഉത്തരം 458 1/3. റൂട്ട് ഓഫ് 24 പ്ലസ് റൂട്ട് ഓഫ് 216 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 96. നമ്മൾ ചെയ്യേണ്ടത് ഇതിലത്തെ ഓരോന്നിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. ഓരോന്നിനെയും അഭാജ്യ ഘടകങ്ങളായി തിരിച്ചെഴുതുക. ഇപ്പൊ 24നെ അഭാജ്യ ഘടകങ്ങളാക്കുക. 24നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 24 ഹരിക്കണം 2 12 ഹരിക്കണം 2 6 ഹരിക്കണം 2 3 ഹരിക്കണം 3 1. 216നെ ചെയ്യുക. 216 ഹരിക്കണം 2 108 ഹരിക്കണം 2 54 ഹരിക്കണം 2 27 ഹരിക്കണം 3 9 ഹരിക്കണം 3 3 ഹരിക്കണം 3 1. അതുപോലെ 96നെ 96 ഹരിക്കണം 2
48 ഹരിക്കണം 2 24 ഹരിക്കണം 2 12 ഹരിക്കണം 2 6 ഹരിക്കണം 2 3 ഹരിക്കണം 3 1. അപ്പോൾ റൂട്ട് ഓഫ് 24 നമുക്ക് 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ജോഡി ചേർത്ത് എഴുതണം. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 ഇടയിൽ കൂട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് 216 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 ഹോൾ ഡിവൈഡഡ് ബൈ 96 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3 റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി നമുക്ക് ഓരോന്നിലും സ്ക്വയർ ഉള്ളത് സ്ക്വയർ ഇല്ലാണ്ട് പുറത്ത് എഴുതുക. 2 സ്ക്വയർ സ്ക്വയർ കളഞ്ഞ് 2 പുറത്ത് എഴുതുക. 2 റൂട്ട് ഓഫ് റൂട്ടിനകത്ത് പിന്നെ 2 ഇൻറ്റു 3 6 പ്ലസ് അതുപോലെ ഇവിടെ 2 സ്ക്വയർ 3 സ്ക്വയർ സ്ക്വയർ കളിയാ എന്നിട്ട് 2 ഇൻറ്റു 3 പുറത്ത് എഴുതുക കുറിച്ചിട്ട് 6 റൂട്ട് ഓഫ് റൂട്ടിന്റെ അകത്ത് 2 ഇൻറ്റു 3 6 ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ 2 സ്ക്വയർ 2 എടുക്കുക 2 സ്ക്വയർ 2 എടുക്കുക. അപ്പൊ 2 ഇൻറ്റു 2 4 റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 6 2 റൂട്ട് 6ഉം 6 റൂട്ട് 6ഉം കൂട്ടിയ 8 റൂട്ട് 6 ഡിവൈഡഡ് ബൈ 4 റൂട്ട് 6 റൂട്ട് 6 കൂട്ടാൻ കൂട്ടിപ്പോയിട്ട് 8/4 ഉത്തരം 2.